ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്, പിന്നെ അതിൻ്റെ റൂട്ട്സ്, ഐഗൺ വാല്യൂസ് ഓർ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്, പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ വെക്ടേഴ്സിന് ഐഗൺ വെക്ടേഴ്സ് എന്നും പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഐഗൺ വെക്ടേഴ്സ് കാണാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, ഇവിടെ നോക്കാം. എക്സാമ്പിൾ 14.3 ഫൈൻഡ് ദ ഐഗൺ വെക്ടേഴ്സ് ഓഫ് ദ ഫോളോവിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇക്വേഷൻസിലൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. നോക്കാം. 8x1 - 4x2 ഈസ് ഈക്വൽ ടു ലാംഡ x1, ദെൻ 2x1 + 2x2 ഈസ് ഈക്വൽ ടു ലാംഡ x2. So the solution starts with the statement that the characteristic equation of the given system is. ഓക്കെ, നമുക്കിവിടെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐനെ, ശരിയല്ലേ? ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ. ഓക്കെ, ഡിറ്റർമിനൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ, ഈ ഡിറ്റർമിനൻറ്റിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഒരു സിസ്റ്റം നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണാൻ പറ്റുക. എങ്ങനെയാണ്? ഈ ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ്. സോ ഇവിടെ നോക്കുക, ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം ഈസ് ഡിറ്റർമിനൻറ്റ് 8 മൈനസ് ലാംഡ മൈനസ് 4 2 2 മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 8 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ പ്ലസ് 8 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 8 മൈനസ് ലാംഡനെ നമ്മൾ ലാംഡ മൈനസ് 8 എന്ന് എഴുതി, 2 മൈനസ് ലാംഡനെ ലാംഡ മൈനസ് 2 എന്ന് എഴുതി, പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ ലാംഡ ഇൻറ്റു ലാംഡ, ലാംഡ സ്ക്വയർ, minus 2 lambda minus 8 lambda plus 16 plus 8 is equal to 0. That is lambda square minus 10 lambda plus 24 is equal to 0. But ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 8 എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതൊരു മിസ്റ്റേക്കാണ്. ഇവിടെ 8 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 8 സോറി അവിടെ 8 ആണ്. ബട്ട് നമ്മൾ ഇതിൽ തെറ്റുണ്ട്. ഇതിൽ 8 അല്ല വേണ്ടത്, ഇവിടെ 8 അല്ല വേണ്ടത്, ഇവിടെ 24 ആണ് വേണ്ടത്. ഓക്കെ, 24. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, അതായത് ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 24 ഈസ് ഈക്വൽ ടു 0, അതിൻ്റെ റൂട്ട്സ് ആയിട്ട് നമുക്ക് ലാംഡ 1 ഈക്വൽ ടു 6 ആൻഡ് ലാംഡ 2 ഈക്വൽ ടു 4 എന്നുള്ളത് കിട്ടും. ഓക്കെ, നമ്മൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോ അതിൻ്റെ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്. ഓക്കെ, ഈ ഒരു നമുക്ക് തന്ന സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് ഇത്. ഓക്കെ, ദിസ് വൺ. ഓക്കെ, ഇനി അതിൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടിയിട്ടുള്ള, അതിൻ്റെ റൂട്ട്സ് ആയിട്ട് കിട്ടിയിട്ടുള്ള ലാംഡ 1 ഈക്വൽ ടു 6 ആൻഡ് ലാംഡ 2 ഈക്വൽ ടു 4, അതാണ് അതിൻ്റെ ഐഗൺ വാല്യൂസ്. ഓക്കെ, തന്ന സിസ്റ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 24 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ 8 അല്ല, 8 തെറ്റാണ്, പിന്നെ 24 ആണ് കേട്ടോ വാല്യൂ. ഓക്കെ, അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതിൻ്റെ റൂട്ട്സിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ റൂട്ട്സ് ഇവിടെ 6ഉം 4ഉം ആണ്. ഇനി ഈ ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ വെക്ടേഴ്സ്, അതിനെയാണ് ഐഗൺ വെക്ടേഴ്സ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഐഗൺ വെക്ടേഴ്സ് കാണാനാണ് പ്രോബ്ലം. ഓക്കെ, നോക്കാം. സോ ഫസ്റ്റ് ഐഗൺ വാല്യൂ 6 ആണല്ലേ. ഫോർ ലാംഡ ഈക്വൽ ടു ലാംഡ 1 ഈക്വൽ ടു 6 വി ഗെറ്റ്, അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം ഇല്ല. ഓക്കെ, നമുക്ക് തന്ന സിസ്റ്റത്തിൽ, ഇതാണ് നമ്മൾ തന്ന സിസ്റ്റം. ആ സിസ്റ്റത്തിൽ ലാംഡ ഉണ്ടല്ലോ, ആ ലാംഡക്ക് നമുക്ക് ലാംഡ 1 ഈക്വൽ ടു 6 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 8x1 മൈനസ് 4x2 ഈസ് ഈക്വൽ ടു ലാംഡ എന്താ 6x1 അല്ലേ. ദാറ്റ് ഈസ് 6x1 ഇങ്ങോട്ടേക്ക് വരുമ്പം 2x1 മൈനസ് 4x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ രണ്ടാമത്തതിൽ 2x1 പ്ലസ് 2x2 ഈസ് ഈക്വൽ ടു ലാംഡ 6x2 ആണ്. അപ്പോൾ എന്താ 2x1 മൈനസ് 4x2 എന്ന് വരും. അതാണ് ഈ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ഐഗൺ വാല്യൂ ലാംഡ 1 ഈക്വൽ ടു 6. അപ്പോൾ നമ്മൾ ഫോർ ലാംഡ ഈക്വൽ ടു ലാംഡ 1 ഈക്വൽ ടു 6 വി ഗെറ്റ്, ഇവിടെ കൊടുക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ കൊടുക്കും, ലാംഡയ്ക്ക് കൊടുക്കും, വാല്യൂ കൊടുക്കും. അപ്പോൾ കിട്ടുന്ന
എന്താണ് സിസ്റ്റം ഇതാണ് 2x1 മൈനസ് 4x2 ഈസ് ഈക്വൽ ടു 0 ആൻഡ് 2x1 മൈനസ് 4x3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നത് therefore x1 ഈസ് ഈക്വൽ ടു 2x2 ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദ കറസ്പോണ്ടിങ് ഏഗൺ വെക്റ്റർ ഏതാണ്? x1 ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 1. അതായത് ഇത് എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, x1ന് 1 കൊടുക്കും. ഓക്കെ, x1ഉം x2ഉം തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. x1 എന്ന് പറയുന്നത് 2x2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, x2ന് 1 കൊടുക്കും. ഓക്കെ, അപ്പോൾ x1 എന്ന് വെച്ചാൽ 2 ഇൻറ്റു x2, അതായത് 2 ഇൻറ്റു 1 x1 നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. ഓക്കെ, അപ്പോൾ x1ഉം x2ഉം തമ്മിലുള്ള റിലേഷനാണ് x1 ഈക്വൽ ടു 2x2. അപ്പോൾ x2ന് 1 കൊടുത്താൽ x1 എന്ത് വരും, 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2. അപ്പോൾ ഈ ലാംഡ ഈക്വൽ ടു ലാംഡ 1 ഈക്വൽ ടു 6 എന്ന ഏഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഏഗൺ വെക്റ്ററാണ് x1 ഈക്വൽ ടു മെട്രിക്സ് 2 1. ഓക്കെ, സിമിലർലി ഫോർ ലാംഡ ഈക്വൽ ടു ലാംഡ 2 ഈക്വൽ ടു 4 രണ്ടാമത്തെ ഐഗൺ വാല്യൂ 4. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സിസ്റ്റം എഴുതാം. വി ഗെറ്റ് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. അപ്പോൾ x1ന് 1 കൊടുത്താൽ x2 ഓട്ടോമാറ്റിക്കലി 1 ആൻഡ് ദ ഏഗൺ വെക്റ്റർ ഈസ് x2 ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 1. ഓക്കെ, ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏഗൺ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാം. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ഏഗൺ വാല്യൂസ് ആൻഡ് ഏഗൺ വെക്ടേഴ്സ് ഓഫ് ലാർജ് മെട്രീസസ് ഈസ് കോംപ്ലെക്സ് ആൻഡ് ഇൻവോൾവ്സ് എ മൾട്ടി സ്റ്റെപ്പ് പ്രൊസീജിയർ. ഇപ്പോൾ നമ്മൾ കണ്ട പ്രോബ്ലത്തിൽ 2x2 മെട്രിക്സ് ആയിരുന്നു. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ മെട്രിക്സ് വലുതാകുന്നതോറും നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ഓക്കെ, ദർ ആർ സെവറൽ മെത്തേഡ്സ് അവൈലബിൾ ആൻഡ് എ ഡിസ്കഷൻ ഓൺ ഓൾ ദീസ് മെത്തേഡ്സ് will be beyond the scope of this book. We consider in the text 2 sections the following 2 methods. Okay, we consider in the next 2 sections the following 2 methods. Okay, അപ്പം eigen values and eigen vectors of large matrices is complex and involves a multi-step procedure. There are several methods available and a discussion on all these methods will be beyond the scope of this book. അപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ ആ മെത്തേഡ്സ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഈ ബുക്കിൽ 2 മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നോക്കാം. ഏതൊക്കെയാണ്? പോളിനോമിയൽ മെത്തേഡും പവർ മെത്തേഡും. ഓക്കെ, അപ്പോൾ ഇതാണ് 2 മെത്തേഡ് വിച്ച് വി യൂസ്ഡ് ടു സോൾവ് ഐഗൺ വാല്യൂ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അതിൽ പോളിനോമിയൽ മെത്തേഡ് ഞാൻ എടുക്കും, പവർ മെത്തേഡ് റൂബി എടുക്കും. ഓക്കെ, രണ്ടും ഏഗൺ വാല്യൂസ് സോൾവ് ചെയ്യാനുള്ള ഏഗൺ വാല്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. സോ ദ ഫസ്റ്റ് വൺ, പോളിനോമിയൽ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ദ പോളിനോമിയൽ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോവിങ് 3 സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ, ഡിറ്റർമൈൻ ദ കോഎഫിഷ്യൻസ് pi of the characteristic polynomial using the Fediev-Leverrier method. Okay, that is നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടപ്പം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൽ നോക്കാം. ഇവിടെ ഈ കാണുന്ന കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, ഇക്വേഷൻ 14.10 അതിൽ P1 P2 എക്സെട്ര അപ് ടു Pn-1 എന്ന് പറയുന്ന കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ. ഓക്കെ, ആ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനുള്ള ആ കോഎഫിഷ്യൻസ് കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആ കോഎഫിഷ്യൻസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് Fediev-Leverrier മെത്തേഡ്. ഓക്കെ, determine the coefficients pi of the characteristic polynomial or characteristic equation using the Fediev-Leverrier method. Okay, second step, evaluate the roots. അപ്പോൾ എന്താ, നമ്മൾ ഈ Fediev-Leverrier മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ കോഎഫിഷ്യൻസ് pi കാണുമ്പം നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഈ ഇക്വേഷൻ 14.10 P1 P2 Pn-1 ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് എന്ത് വരും, നമ്പേഴ്സ് വരും, അല്ലെ, സ്കേലാർസ് കിട്ടും. അത് Fediev-Leverrier മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് കാണും. ഓക്കെ, അപ്പോൾ ഇതൊരു n ഡിഗ്രി പോളിനോമിയലായിരിക്കും വിത്ത് കോഎഫിഷ്യൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാകും. ആ കോഎഫിഷ്യൻസ് കാണാനാണ് നമ്മൾ ആ ഒരു മെത്തേഡ് Fediev-Leverrier മെത്തേഡ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആ മെത്തേഡ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻസ് കണ്ടാൽ നമുക്കൊരു n ഡിഗ്രി പോളിനോമിയൽ കിട്ടും ഇൻ ദ വാരിയബിൾ ലാംഡ. ഓക്കെ,
ഇപ്പോൾ രണ്ടാമത് പറയുന്ന ഇതാണ്, ഇവാലുവേറ്റ് ദ റൂട്ട്സ്. ആ റൂട്ട്സിനെ വിളിച്ചിരുന്ന പേര് ഏഗൺ വാല്യൂസ് എന്നാണ് അല്ലേ. ഏഗൺ വാല്യൂസ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ യൂസിങ് എനി ഓഫ് ദ റൂട്ട് ഫൈൻഡിങ് ടെക്നിക്സ്. അപ്പോൾ കോഎഫിഷ്യൻസ് കാണാൻ നമ്മൾ ഫെഡീവ് ലെവറിയർ മെത്തേഡ് യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ട്സ് നമ്മൾ കാണും. അതിന് ഏതൊരു റൂട്ട് ഫൈൻഡിങ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ ഏതൊരു റൂട്ട് ഫൈൻഡിങ് ടെക്നിക്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ട്സ് നോൺ ആസ് ഏഗൺ വാല്യൂസ് കാണാം. ഓക്കെ, അത് ഇവാലുവേറ്റ് ചെയ്യാം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ്. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അപ്പോൾ അതിൽ കോഎഫിഷ്യൻസ് പി ഐ ആയിരുന്നു, അത് കാണാൻ നമ്മൾ ഫെഡീവ് ലെവറിയർ മെത്തേഡ് ഉപയോഗിച്ചു. ഇപ്പോൾ നമുക്ക് പി ഐ കിട്ടി അല്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ പി ഐ എന്നുള്ള കോഎഫിഷ്യൻസ് കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ച് ഐഗൺ വാല്യൂസ് കിട്ടി. ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത് ഈ കിട്ടിയിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയിട്ടുള്ള ഓരോ ഏഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്ടർ കണ്ടുപിടിക്കും. കാൽക്കുലേറ്റ് ദ ഏഗൺ വെക്ടേഴ്സ് യൂസിങ് എനി ഓഫ് ദ റിഡക്ഷൻ ടെക്നിക്സ്. ഏത് റിഡക്ഷൻ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഇവരൊന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, സച്ച് ആസ് ഗോസ് എലിമിനേഷൻ. അത് യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കറിയാത്തൊരു മെത്തേഡ് ഉണ്ട്, ഫെഡീവ് ലെവറിയർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം നമ്മളിത് കേട്ടിട്ടില്ല. എന്താണ് ഈ മെത്തേഡ് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൽ അൺനോൺ ആയിട്ട് കിടക്കുന്ന കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ പി ഐ, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ദ ഫെഡീവ് ലെവറിയർ മെത്തേഡ് ഇവാലുവേറ്റ് ദ കോഎഫിഷ്യൻസ് പി ഐ ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര അപ് ടു n. അതായത് P1, P2, P3 അങ്ങനെയുള്ള കോഎഫിഷ്യൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഫെഡീവ് ലെവറിയർ മെത്തേഡ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ലാംഡ റേസ് ടു n മൈനസ് P1 ലാംഡ റേസ് ടു n മൈനസ് 1 മൈനസ് P2 ലാംഡ റേസ് ടു n മൈനസ് 2 എക്സെട്ര മൈനസ് Pn ഈസ് ഈക്വൽ ടു 0. ഓക്കെ, the method consists of generating a sequence of matrices AI such that can be employed to determine the PI values. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ദ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് ജനറേറ്റിംഗ് എ സീക്വൻസ് ഓഫ് മെട്രീസസ് എ ഐ. ഓക്കെ, അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സീക്വൻസ് ഓഫ് മെട്രീസസ് എ ഐ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് A1, A2, A3 എന്നിങ്ങനെ ഒരു സീക്വൻസ് ഓഫ് മെട്രീസസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ മെട്രീസസ് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും? ദാറ്റ് ക്യാൻ ബി എംപ്ലോയ്ഡ് ടു ഡിറ്റർമൈൻ ദ പി ഐ വാല്യൂസ്. ഈ സീക്വൻസ് ഓഫ് മെട്രീസസ് ഉണ്ടല്ലോ, A1, A2, A3, ദാറ്റ് ക്യാൻ ബി എംപ്ലോയ്ഡ്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? ദ പി ഐ വാല്യൂസ് P1, P2, P3 അത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ദ പ്രോസസ് ഈസ് ആസ് ഫോളോസ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫെഡീവ് ലെവറിയർ മെത്തേഡിൽ ഇറ്റ് ഇൻവോൾവ്സ് എ സീക്വൻസ് ഓഫ് മെട്രീസസ്. സോ ദ സീക്വൻസ് സ്റ്റാർട്ട്സ് വിത്ത് ദ മെട്രിക്സ് A1 ആണ്. ആ A1 എന്നുള്ള മെട്രിക്സ് ആയിട്ട് നമുക്ക് തന്ന കോഎഫിഷ്യൻ മെട്രിക്സ് A ഉണ്ടല്ലോ, അതിനെ തന്നെ എടുക്കുകയാണ്. ഓക്കെ, A1 ആയിട്ട് നമ്മൾ Aനെ തന്നെ ചൂസ് ചെയ്തു. ഇനി ഈ A1 ഉപയോഗിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് കോഎഫിഷ്യൻ്റ് P1 കാണാൻ പറ്റും. P1 എന്താണ്? ട്രേസ് ഓഫ് A1 ആണ്. ഇവിടെ TR അതായത് TR മീൻസ് ട്രേസ് ആണ്, ട്രേസ് ഓഫ് A1. ഓക്കെ, അതായത് ഈ സീക്വൻസ് ഓഫ് മെട്രിക്സസിൽ ഫസ്റ്റ് മെട്രിക്സ് എന്താണ്? A1 അല്ലേ. ആ A1 ആയിട്ട് നമുക്ക് തന്ന കോഎഫിഷ്യൻ മെട്രിക്സ് A തന്നെ എടുക്കുകയാണ്. ഇനി ഈ A1ൽ നിന്ന് നമുക്ക് P1 കാണാൻ പറ്റും. എങ്ങനെ? P1 ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് A1 ആണ്. ഇനി റിമൈനിങ് വാല്യൂസ്, അതായത് I is equal to 2, 3 etc. up to n are evaluated from the recursive equations. അപ്പോൾ A1 കിട്ടി, ആ A1 നിന്ന് P1 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി A2 എങ്ങനെ ഫൈൻഡ് ചെയ്യും? അതായത് ഇനി നമുക്ക് കാണേണ്ടത് AI ആണ്, റൈറ്റ്? AI കാണണം ഫോർ I is equal to 2, 3, 4 അങ്ങനെ. ഓക്കെ, അതായത് A1 നമുക്ക് കിട്ടി. ഇനി ആ സീക്വൻസിലുള്ള രണ്ടാമത്തെ ടേം A2 ആണ്, A3 ഉണ്ട്, A4 ഉണ്ട്. ഈ മെട്രിക്സസ് ഒക്കെ നമുക്ക് കാണാം. അതായത് നമുക്ക് കാണേണ്ടത് എന്താണ്? AI കാണണം ഫോർ I is equal to 2, 3, 4 etc. അപ്പോൾ അത് കാണാനുള്ള മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? ദിസ് വൺ. AI is equal to A ഇൻറ്റു, അതായത് തന്ന കോഎഫിഷ്യൻ മെട്രിക്സ്, ഇൻറ്റു AI - 1 മൈനസ് PI - 1
ഐ എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കേട്ടോ. അപ്പോൾ എ ഐ കണ്ടുപിടിച്ചാൽ പിന്നെ ഇപ്പോൾ എ ടു എന്ന് വെച്ചാൽ എന്തായിട്ട് വരിക? ഒരു എക്സാമ്പിൾ പറയാം. എ ടു എന്ന് വെച്ചാൽ എന്താ വരിക? എ ടു ഈസ് ഈക്വൽ ടു എന്ത് വരും? എ ഇൻറ്റു അല്ലേ? സോ എ ഇൻറ്റു ബ്രാക്കറ്റിൽ ഐ മൈനസ് വൺ. അപ്പോൾ ഐ ടു അതിന് 2 മൈനസ് 1 1 A1. അപ്പോൾ A1 നമ്മൾ കണ്ടിട്ടുണ്ട്. A1 മൈനസ് പി ഐ മൈനസ് 1, അതായത് P1 I. ഓക്കെ, അതാണ് A2 വരിക. ഇനി ഈ A2 ഉപയോഗിച്ചിട്ട് എങ്ങനെ P2 കാണാൻ നോക്കാം. P2 ഓക്കെ, P2 ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് A2 കേട്ടോ. ട്രേസ് ഓഫ് A2 divided by 2. Fine. Okay. Where TRAI is the trace of the matrix AI. Okay. Where TRAI is the trace of the matrix AI, and remember the trace of a matrix എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഈസ് ദ സം ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ദ മെട്രിക്സ് അല്ലേ? വേർ TRAI ഈസ് ദ ട്രേസ് ഓഫ് ദ മെട്രിക്സ് AI. റിമെമ്പർ ദ ട്രേസ് ഈസ് ദ സം ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ദ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ഉണ്ട്, നോക്കാം. ഡിറ്റർമൈൻ ദ കോഎഫിഷ്യൻസ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ദ സിസ്റ്റം. നമുക്ക് യൂസിങ് ദ ഫെഡി-ലെവറിയർ മെത്തേഡ് നമുക്കിവിടെ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട് കേട്ടോ. ആ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് കാണാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ് പറഞ്ഞപ്പം ഐഗൺ വെക്ടേഴ്സ് കാണാൻ വേണ്ടി ഒരു പ്രോബ്ലം തന്നു അല്ലേ? ഐഗൺ വെക്ടേഴ്സ് കാണാനൊരു പ്രോബ്ലം തന്നു. അതുപോലെ ഇവിടെ ഇപ്പം ഫെഡി-ലെവറിയർ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ ആ ഫെഡി-ലെവറിയർ മെത്തേഡ് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി അതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ഒരു സിസ്റ്റം തന്നു, ആ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് കാണണം. ആ കോഎഫിഷ്യൻസ് കാണാനുള്ള മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്, ഫെഡി-ലെവറിയർ മെത്തേഡ്. സോ യൂസിങ് ദാറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഇതാണ്. -1 മൈനസ് ലാംഡ x1 ഈസ് ഈക്വൽ ടു 0, x1 പ്ലസ് -2 മൈനസ് ലാംഡ x2 പ്ലസ് 3x3 ഈസ് ഈക്വൽ ടു 0, 2x2 പ്ലസ് -3 മൈനസ് ലാംഡ x3 ഈസ് ഈക്വൽ ടു 0. ദ ഗിവൺ സിസ്റ്റം ഈസ് എ തേർഡ് ഓർഡർ വൺ. ഓക്കെ, അതായത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു n ഡിഗ്രി പോളിനോമിയൽ അല്ല ഈ തന്നിട്ടുള്ള, അതായത് ഇക്വേഷൻ 14.10 ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇതൊരു n ഡിഗ്രി പോളിനോമിയലാണ്. ഓക്കെ, കാരണം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള സിസ്റ്റം നോക്കാം, ഇത് സിസ്റ്റം ഒരു nth ഓർഡർ സിസ്റ്റം ഓഫ് ഇക്വേഷനാണ് അല്ലേ? അതുകൊണ്ടാണ് ഈ പോളിനോമിയൽ, ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് എന്താ? ദ ഗിവൺ സിസ്റ്റം ഈസ് എ തേർഡ് ഓർഡർ വൺ അല്ലേ? തന്ന സിസ്റ്റം ഒരു തേർഡ് ഓർഡർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. ആൻഡ് ദെർഫോർ ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ടേക്സ് ദ ഫോം ഏതായിരിക്കും? ലാംഡ റേസ് ടു n പകരം n 3 കൊടുക്കുക. അപ്പോൾ ലാംഡ റേസ് ടു 3 മൈനസ് P1 ലാംഡ സ്ക്വയർ മൈനസ് P2 ലാംഡ മൈനസ് P3 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദ മെട്രിക്സ് എ ഈസ് ഗിവൺ ബൈ, അപ്പോൾ നമുക്ക് ഒരു സീക്വൻസ് ഓഫ് മെട്രിസസ് ആണ് കാണേണ്ടത് അല്ലേ? A1 A2 A3 എന്നുള്ളൊരു സീക്വൻസ് ഓഫ് മെട്രിസസ് കിട്ടണം. അതിൽ A1 നിന്നും P1 കാണാം, A2 നിന്നും P2 കാണാം, അങ്ങനെ. സോ ദ സീക്വൻസ് ഓഫ് മെട്രിക്സിലുള്ള ആദ്യത്തെ മെട്രിക്സ് A1 എന്നുള്ളത് നമ്മൾ കോഎഫിഷ്യൻ മെട്രിക്സ് A തന്നെയായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു മെട്രിക്സ് A എന്താ നോക്കാം. ദ മെട്രിക്സ് A ഈസ് ഗിവൺ ബൈ A ഈസ് ഈക്വൽ ടു മെട്രിക്സ് -1. ഓക്കെ, ഇവിടെ ഇപ്പോൾ x1 ആണ്, -1 0 0, x2ൻ്റെയും x3ൻ്റെയും ടേംസ് ഇല്ല, അതുകൊണ്ട് 0 0. ആൻഡ് ഹിയർ x1 ഈസ് 1 ആൻഡ് x2 -2, x3 3, അങ്ങനെ 1 -2 3 0 2 -3. ബൈ യൂസിങ് ദ ഇക്വേഷൻ 14.11, അതേതാ? ഇത് A1 ഈക്വൽ ടു A അല്ല, A1 നമ്മൾ A ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് A1 ഈക്വൽ ടു A ആയിട്ട് എടുത്തു. അപ്പോൾ P1 എന്ന് വെച്ചാൽ എന്താ? ട്രേസ് ഓഫ് A1 ആണ്, അതായത് ട്രേസ് ഓഫ് A തന്നെ. അപ്പോൾ A1 ഈക്വൽ ടു A ആയിട്ട് എടുത്തു. ആൻഡ് P1 ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് A1 ആണ്, അതായത് A1 അതായത് A എന്നുള്ള മെട്രിക്സ്. ഓക്കെ, അതിൻ്റെ ട്രേസ് അതായത് -1 -2 -3 ആഡ് ചെയ്താൽ -6 വരും. സോ ദ ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ് P1 -6 ആയിട്ട് കിട്ടി. ഇനി P2 കിട്ടണം. P2 കിട്ടാൻ നമുക്ക് ആ സീക്വൻസ് ഓഫ് മെട്രിസസിലുള്ള A2 എന്നുള്ള മെട്രിക്സ് കിട്ടണം. ബൈ യൂസിങ് ഇക്വേഷൻ 14.12 14.12 ഇതാ
അതല്ല ഇത് എ ഐ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ഐ മൈനസ് 1 മൈനസ് പി ഐ മൈനസ് 1 ഐ. അത് യൂസ് ചെയ്തിട്ട് A2 എന്തായിട്ട് വരും? എ ഇൻറ്റു A1 മൈനസ് P1 ഐ. ഓക്കെ, അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് ഇവിടെ ഏതാ? -1 0 0 1 -2 3 0 2 -3. ദെൻ ബ്രാക്കറ്റിലുള്ള A1 എന്നുള്ളത് നമ്മൾ എ തന്നെയായിട്ട് എടുത്തിട്ടുള്ളത്. സോ -1 0 0 1 -2 3 0 2 -3 മൈനസ് P1 ഇവിടെ കിട്ടിയിട്ടുള്ളത് -6 ആണ്. സോ -6 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഇവിടെ 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ മൈനസ് മെട്രിക്സ് -6 0 0 0 -6 0 0 0 -6. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. അതായത് ഈ മെട്രിക്സിൽ നിന്നും ബ്രാക്കറ്റിലുള്ള കേളി ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ആ ബ്രാക്കറ്റിലുള്ള മെട്രിക്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കേളി ബ്രാക്കറ്റ് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. ഇവിടെ ഇതല്ല, ഇവിടെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മെട്രിക്സിൽ നിന്നും ഈ മെട്രിക്സ് മൈനസ് ചെയ്യും, എന്നിട്ട് നമുക്കൊരു മെട്രിക്സ് കിട്ടും. അതാണ് ഇത്. അതായത് നമുക്ക് ആദ്യം 2 ഓപ്പറേഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ഒന്ന് മൾട്ടിപ്ലിക്കേഷനും ഒന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ മെട്രിക്സിൽ നിന്നും ഈ മെട്രിക്സ് മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന മെട്രിക്സാണ് ഇത്. ഓക്കെ, പിന്നെ ഈ മെട്രിക്സ്, ദെൻ ഇതിന് രണ്ടിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സാണ് ദിസ് വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A2 കിട്ടി. ഇതാണ് A2 എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, ഇനി ഈ A2ൽ നിന്നാണ് അടുത്ത P2 കണ്ടുപിടിക്കേണ്ടത്. P2 എന്താ? ട്രേസ് ഓഫ് A2/2. അപ്പോൾ ട്രേസ് ഓഫ് A2 എന്ന് വെച്ചാൽ എന്താ? -5 -2 -3 എത്ര വരിക? -10 വരും. -10 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു -5. അങ്ങനെയാണ് ഇവിടെ -5 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സിമിലർലി A3 ഈസ് ഈക്വൽ ടു A ഇൻറ്റു A2 മൈനസ് P2 ഐ ആണ്. ഈക്വൽ ടു A എന്താ? -1 0 0 1 -2 3 0 2 -3. ദെൻ കേളി ബ്രാക്കറ്റിൽ ഇവിടെയല്ല കേളി ബ്രാക്കറ്റ്, ഇവിടെ തന്നെയാണ്, ഇവിടെയല്ല വേണ്ടത്, ഇവിടെ. ഓക്കെ, A2 നമുക്കിവിടെ കിട്ടിയ മെട്രിക്സ് എന്താ? -5 0 0 അത്. ഓക്കെ, ദെൻ മൈനസ് എന്ത്? P2 ഇവിടെ -5 ആണ്. സോ -5 0 0 0 -5 0 0 0 -5. അപ്പം അത് ചെയ്താൽ നമുക്ക് ഇതാണ് A3 ആയിട്ട് കിട്ടുന്നത്. A3 ഈക്വൽ ടു ദിസ് വൺ ആൻഡ് P3 ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് A3/3 ആണ്. ഇവിടെ ട്രേസ് 0 ആണ്. അപ്പോൾ P3 0 ആയിട്ട് കിട്ടി. Therefore the characteristic polynomial is, അപ്പം ശരിക്കും അതൊരു നമ്മൾ ആദ്യമേ പറഞ്ഞു the given system is a third order one and therefore the characteristic polynomial takes the form lambda raised to 3 minus P1 lambda raised to 2 minus P2 lambda minus P3 equal to 0. അപ്പോൾ അതിൽ P1 P2 P3 ഈ വാല്യൂസൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതാം. ഏതാ വരിക? lambda cube plus 6 lambda square plus 5 lambda equal to 0. That is lambda into lambda square plus 6 lambda plus 5 is equal to 0. Okay. ഇനി ഓക്കെ, അപ്പോൾ ഈ ഫെഡീവ് ലെവറിയർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് കാണാൻ നമുക്ക് അറിയാം ഇപ്പോൾ, അല്ലേ? ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഇനി അടുത്തൊരു പ്രോബ്ലം വരുന്നുണ്ട്, പിന്നെ കംപ്ലീറ്റ് ഈ 3 സ്റ്റെപ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫെഡീവ് ലെവറിയർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് PI കാണാൻ പഠിച്ചു. അപ്പോൾ നോക്കാം, പോളിനോമിയൽ മെത്തേഡിൽ 3 സ്റ്റെപ്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഡിറ്റർമൈൻ ദ കോഎഫിഷ്യൻസ് PI ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ യൂസിങ് ദ ഫെഡീവ് ലെവറിയർ മെത്തേഡ്. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടി, അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഇപ്പോൾ വാല്യൂസ് ആയിട്ട് നമുക്കറിയാം. ഇനി സെക്കൻഡ് എന്താ? ഇവാലുവേറ്റ് ദ റൂട്ട്സ്, അതായത് ഐഗൺ വാല്യൂസ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ യൂസിങ് എനി ഓഫ് ദ റൂട്ട് ഫൈൻഡിങ് ടെക്നിക്സ്. അപ്പോൾ അതാണ് അടുത്ത് പറയുന്നത്, ഇവാലുവേറ്റിംഗ് ദ ഐഗൺ വാല്യൂസ്. Let us consider the characteristic polynomial obtained in example 14.4. നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇല്ലേ, അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏതാ? ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് 6 ലാംഡ പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. വൺ ഓഫ് ദ റൂട്ട്സ് ഈസ്, ഒരു റൂട്ട് എന്തായാലും ലാംഡ 1 ഈക്വൽ ടു 0 ആണ്. ദ അതർ 2 റൂട്ട്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് യൂസിങ് ദ ഫെമിലിയർ ക്വാഡ്രാറ്റിക് ഫോർമുല ആസ്, അതായത് ഒരു റൂട്ട് എന്തായാലും ലാംഡ 1 ഈക്വൽ ടു 0 ആണ്.
ഓക്കെ, മറ്റ് രണ്ട് റൂട്ട്സ് കിട്ടാൻ ഇതിനെ നമ്മൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമുല അല്ലേ, ലാംഡ സ്ക്വയർ പ്ലസ് 6 ലാംഡ പ്ലസ് 5. അപ്പോൾ അതിൻ്റെ ഫോമുല യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത്, ലാംഡ 2 ഈക്വൽ ടു -1 ഒരു റൂട്ടാണ്, ലാംഡ 3 ഈക്വൽ ടു -5 ഒരു റൂട്ടാണ്. സിൻസ് ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, we can solve it using the quadratic formula. However, if the polynomial is of higher order, the roots may be evaluated using the techniques discussed in chapter 6. We may use either the Newton-Raphson method with synthetic division or Bairstow method. Okay. Remember that the sum of the eigenvalues of a matrix, ഒരു മെട്രിക്സിൻ്റെ ഏഗൺ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആണ്. ഇപ്പം നോക്കാം, നമുക്ക് ഈ തന്ന പ്രോബ്ലത്തിൽ നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ, തന്ന മെട്രിക്സ് ഇതാണ്. ഇതിൻ്റെ ട്രേസ് എന്ന് വെച്ചാൽ -6 ആണ് അല്ലേ, -1 -2 -3 അല്ലേ. ഈ മെട്രിക്സിൻ്റെ ട്രേസ് എന്താണ്, -6 ആണ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഏഗൺ വാല്യൂസിൻ്റെ സമ്മും ആ മെട്രിക്സിൻ്റെ ട്രേസും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. റിമെമ്പർ ദാറ്റ് ദ സം ഓഫ് ദ ഏഗൺ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ഈസ് ഈക്വൽ ടു ദ ട്രേസ് ഓഫ് ദാറ്റ് മെട്രിക്സ്. അപ്പോൾ ഇപ്പം എ എന്ന മെട്രിക്സിൻ്റെ ട്രേസ് -6 ആണ്. ആൻഡ് ഓൾസോ ഇവിടെ കിട്ടിയിട്ടുള്ള ഏഗൺ വാല്യൂസ് ഏതൊക്കെയാണ്, 0 -1 -5. ഓക്കെ, അപ്പോൾ എന്താണ്, ട്രേസ് ഓഫ് എ ഈസ് ഈക്വൽ ടു -1 -2 -3 ഈക്വൽ ടു -6 ആണ്. സം ഓഫ് ഏഗൺ വാല്യൂസ് is equal to 0 -1 -5 is equal to -6. Okay, ഇനി ഡിറ്റർമൈനിങ് ദ ഏഗൺ വെക്ടേഴ്സ് ആണ്. വൺസ് ഏഗൺ വാല്യൂസ് ആർ ഇവാലുവേറ്റഡ്, ഏഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദീസ് ഏഗൺ വാല്യൂസ് മേ ബി ഒബ്റ്റെയിൻഡ് ബൈ അപ്ലൈയിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് ടു ദ ഹോമോജീനിയസ് ഇക്വേഷൻ. എക്സാമ്പിൾ 14.5 ഇല്ലുസ്ട്രേറ്റ്സ് ദിസ്. നോക്കാം, അപ്പോൾ നമ്മൾ മേലെ ഇത് എന്തുണ്ട്, ഏഗൺ വാല്യൂസ് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം, ഡിറ്റർമൈൻ ദ ഏഗൺ വെക്ടേഴ്സ് ഫോർ ദ സിസ്റ്റം ഡിസ്കസ്ഡ് ഇൻ എക്സാമ്പിൾ 14.4. ദ ഏഗൺ വാല്യൂസ് ആർ ഏതൊക്കെയായിരുന്നു, ലാംഡ 1 ഈക്വൽ ടു 0, ലാംഡ 2 ഈക്വൽ ടു -1, ലാംഡ 3 ഈക്വൽ ടു -5. ഏഗൺ വെക്ടർ 1, ലാംഡ 1 ഈക്വൽ ടു 0 എന്നുള്ള ഏഗൺ വാല്യൂ എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്ടർ നോക്കാം. ഫസ്റ്റ് ഏഗൺ വെക്ടർ ഏതാ, ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നോക്കാം. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഫോർ ലാംഡ 1 ഈക്വൽ ടു 0 ഈസ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ലാംഡ 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ, ഇതിന് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ഓക്കെ, ഈ പ്രോബ്ലം കുറച്ച് മുന്നേ ഇതാണ് അതിൻ്റെ പ്രോബ്ലം. ഓക്കെ, ഇതിൽ കാണുന്ന ലാംഡ ഉണ്ടല്ലോ, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ കാണുന്ന ലാംഡയിൽ ലാംഡ 1 ഈക്വൽ ടു 0 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ആ സിസ്റ്റത്തിനെ സോൾവ് ചെയ്യുമ്പം കിട്ടുന്ന സൊല്യൂഷൻ വെക്ടറാണ് ഏഗൺ വെക്ടർ. നോക്കാം, അതായത് ഏഗൺ വെക്ടർ 1, ഫസ്റ്റ് ഏഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഏഗൺ വാല്യൂ ലാംഡ 1 ഈക്വൽ ടു 0. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഫോർ ലാംഡ 1 ഈക്വൽ ടു 0 ഈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ സിസ്റ്റം ഇല്ല, ആ സിസ്റ്റത്തിൽ ലാംഡ ഈക്വൽ ടു, ആ സിസ്റ്റത്തിൽ കാണുന്ന ലാംഡയ്ക്ക് നമ്മൾ ലാംഡ ഈക്വൽ ടു ലാംഡ 1 ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ കിട്ടുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണിത്. ദിസ് ഈസ് ഇക്വലൻറ്റ് ടു ദ സിസ്റ്റം ഓഫ് 2 ഇക്വേഷൻസ്. കാരണം -x1 ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ x1 0 എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി x1 0 അല്ലേ, അപ്പോൾ നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ മുകളിൽ x1 0 ആണ്. സോ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 0 ആയിട്ട് പോയി. പിന്നെ എന്താ കിട്ടുക, -2x2 + 3x3 ഈക്വൽ ടു 0. ഇനി മൂന്നാമത്തെ ഇക്വേഷനോ, 2x2 - 3x3 ഈക്വൽ ടു 0. ഇത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. x1 ഈക്വൽ ടു 0യും 2x2 - 3x3 ഈക്വൽ ടു 0യും. അപ്പോൾ നമ്മൾ ചൂസിങ് x2 ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്തു. x2 ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്തു. അപ്പോൾ x3 എന്തായിട്ട് കിട്ടി അല്ലേ, 2x2 - 3x3 ഈക്വൽ ടു 0 എന്നായിരുന്നു. നോക്കാം, 2x2 ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഓക്കെ, 2x2 - 3x3 ഈക്വൽ ടു 0. അപ്പം x2ന് നമ്മൾ 1 കൊടുത്തു. അപ്പോൾ x3 എന്താ വരിക, x3 ഈസ് ഈക്വൽ ടു 2/3 വരും. അതാണ് x3 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള x1 എന്ന് പറയുന്നത് എന്താണ്, x1 ഈസ് ഈക്വൽ ടു x1 0 ആണ്, x1 0 ആണ്. പിന്നെ x2 1 ആയിട്ട് എടുത്തിട്ടുണ്ട്.
അല്ലേ? x2 1 ആയിട്ട് എടുത്തിട്ടുണ്ട്. x3 എന്നുള്ളത് 2/3. ഓക്കെ, ക്ലിയർ ആവുന്നില്ല അല്ലേ? ഇതാണ് x1 നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. x1 0, x2 1, പിന്നെന്താ x3 2/3. ഓക്കെ, അടുത്തത് ഏഗൺ വെക്റ്റർ 2 കറസ്പോണ്ടിങ് ടു ദ ഏഗൺ വാല്യൂ λ2 = -1. എന്ത് ചെയ്യണം? λ2 = -1 എന്നുള്ളത് തന്ന സിസ്റ്റത്തിൽ കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പം നമ്മളിവിടെ എങ്ങനെ ചൂസ് ചെയ്യുന്നു? ചൂസിങ് x2 = 1 ആയിട്ട് ചൂസ് ചെയ്യുന്നു. വി ഗെറ്റ് x3 = 1 ആൻഡ് x1 = -2. ഓക്കെ, അതായത് x2 എന്ന് പറയുന്നത് x1 -2. ഓക്കെ, പിന്നെ x3 1 അല്ല, x2 1, x3 1. ഓക്കെ, ഫൈൻ. പിന്നെ വരുന്നത് ഏഗൺ വെക്റ്റർ 3 ആണ്. കറസ്പോണ്ടിങ് ടു ദ ഏഗൺ വാല്യൂ λ3 = -5. അപ്പോൾ ഈ λ3 = -5 തന്ന സിസ്റ്റത്തിൽ കൊടുത്താൽ കിട്ടുന്ന സിസ്റ്റം ഇതാണ്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പം എന്ത് കിട്ടും? 4x1 = 0 അല്ല, ഫസ്റ്റ് പറയുന്നത് 4x1 = 0. അതായത് x1 = 0 ആണ്. പിന്നെ x1 0 ആണെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിട്ട് വരും? 3x2 + 3x3 = 0 അല്ലേ? 3x2 + 3x3 = 0. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? മൂന്നാമത്തത് 2x2 + 2x3 = 0. അതായത് x2 = എന്ത് കിട്ടും? x2 = അതായത് x2 = എന്ത് കിട്ടും? -x3 എന്ന് കിട്ടും അല്ലേ? 4x1 0 ആണ്, അതായത് x1 0. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ x1 0 കൊടുത്തു കഴിഞ്ഞാൽ 3x2 + 3x3 = 0. അതായത് x2 = -x3 എന്ന് കിട്ടും. തേർഡ് ഇക്വേഷനിൽ നിന്നും 2x2 + 2x3 = 0. അവിടെ നിന്നും x2 = -x3 എന്ന് കിട്ടും. അതായത് x1 = 0 ആണ്. ആൻഡ് ചൂസിങ് x2 = 1 എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് x3 അതിൻ്റെ -1 ആയിട്ട് കിട്ടും. ഓക്കെ, ദ 3 ഏഗൺ വെക്ടേഴ്സ് ആർ x1 = 0, 1, 0.6667, അതായത് 2/3. ഓക്കെ, പിന്നെ x2 = -2, 1, 1 ആൻഡ് x3 = 0, 1, -1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഏഗൺ വാല്യൂ പ്രോബ്ലം പോളിനോമിയൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.